വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് വെറ്റിലയെക്കുറിച്ചാണ്. ലക്ഷണമൊത്ത വെറ്റില ഏതാണ്, അതിൻ്റെ ഉപയോഗമെന്താണ് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. പണ്ട് മുതൽ തന്നെ വെറ്റിലയുടെ ഉപയോഗമുണ്ട്. മുറുക്കാനും ദക്ഷിണ കൊടുക്കാനും മരുന്നിനുമൊക്കെ വെറ്റില ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ വീടുകളിൽ പറമ്പിൽ വെറ്റിലക്കൊടിയിട്ട് വളർത്തുന്നവരുമുണ്ട്. ചെറിയ തോതിലും വലിയ തോതിലും വെറ്റില കൃഷി നടത്തുന്നവർ ഇന്നും ധാരാളമുണ്ട്. മുറുക്കാൻ വെറ്റിലയിൽ 100 അഥവാ ചുണ്ണാമ്പ് തേച്ച് പാക്ക് കൂട്ടി മുറുക്കുന്നവരും പുകല കൂട്ടി മുറുക്കുന്നവരുമുണ്ട്. മുറുക്കാനായി ഉപയോഗിക്കുന്നത് നല്ല തളിർ വെറ്റിലയാണ്. കറുത്ത വെറ്റില, നെടുകെ കീറിയ വെറ്റില, ഞെട്ടില്ലാത്തത്, വാലില്ലാത്തത് ഒക്കെ ലക്ഷണമില്ലാത്തതാണെന്നാണ് വെപ്പ്. ദക്ഷിണ കൊടുക്കുന്നതിന് ലക്ഷണമൊത്ത വെറ്റില തന്നെ വേണം. അതായത് ഞെട്ടും വാലുമുള്ള, കീറിയിട്ടില്ലാത്ത, നല്ല നിറമുള്ള, വാടാത്ത വെറ്റിലയാണ് ദക്ഷിണയ്ക്കായി തിരഞ്ഞെടുക്കുന്നത്. കീറിയ വെറ്റില കലഹത്തിനും വാലില്ലാത്ത വെറ്റില ഐശ്വര്യക്കുറവിനും കാരണമാകുമെന്നാണ് വിശ്വാസം. താമ്പൂല പ്രശ്നത്തിന് ഇത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. താമ്പൂലം എന്ന് പറയുന്നത് വെറ്റില തന്നെ. വെറ്റിലയുടെ മഹത്വം നോക്കിയാണ് താമ്പൂല പ്രശ്നം വിധിക്കുന്നത്. ജ്യോത്സ്യന്മാരും അറിവുള്ളവരും വെറ്റില പ്രശ്നം നോക്കാറുണ്ട്. അതായത് വെറ്റിലയുടെ ലക്ഷണം നോക്കി അതെടുത്ത സമയം നോക്കി പ്രശ്നം പറയുന്ന രീതി പണ്ട് മുതൽ നിലവിലുണ്ട്. ഇന്നും ഈ രീതി തുടരുന്നവർ അപൂർവമായിട്ടുണ്ട്. ആയുർവേദ മരുന്നുകൾക്ക്, ചില മരുന്നുകൾക്ക് വെറ്റില ഉപയോഗിക്കുന്നുണ്ട്. താമ്പൂല രസായനം മുതലായ മരുന്നുകൾക്ക് വെറ്റില ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ നീരും മരുന്നായി ഉപയോഗിക്കുന്നുണ്ട്. പഴയ കാലത്ത് സദ്യയുണ്ടു കഴിഞ്ഞാൽ 3 കൂട്ടി ചവയ്ക്കും. വെറ്റിലയിൽ നല്ല വാസന ചുണ്ണാമ്പ് പുരട്ടി കളിപ്പാക്ക് ചേർത്ത് ചവയ്ക്കുന്ന രീതിയും ഉണ്ടായിരുന്നു. ഇന്ന് ആ രീതി കുറഞ്ഞു വന്നിരിക്കുകയാണ്. ഏതിനും ലക്ഷണമൊത്ത നല്ല വെറ്റില തന്നെയാണ് ആവശ്യമായിട്ടുള്ളത്.